കർണനും നളനും ഇന്നിതാ നമുക്കൊപ്പം ഒരേ ക്ലാസ് മുറിയിൽ. സംശയമുണ്ടോ? മഹാഭാരത കഥയിലെ ഉജ്ജ്വല കഥാപാത്രമായ കർണനും നളചരിതമാട്ടക്കഥയിലെ പ്രധാന കഥാപാത്രമായ നളനും ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിൻ്റെ 10ാം ക്ലാസ് മുറിയിലാണ് ഇരിക്കുന്നത്. നമുക്കവരെ കണ്ടാലോ? നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കഥാപാത്ര നിരൂപണമാണ്. കഥാപാത്രങ്ങൾ ആരാണെന്ന് നിങ്ങൾ കേട്ടല്ലോ, കർണനും നളനും. മഹാഭാരത കഥയിലെ ഉജ്ജ്വല കഥാപാത്രമാണ് കർണൻ. എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിൽ നിന്നുള്ള കഥകളതിമോഹനം എന്ന പാഠഭാഗത്ത് ശ്രദ്ധേയമായ സ്വഭാവ സവിശേഷതകൾ കൊണ്ട് നമ്മുടെ ശ്രദ്ധയാകർഷിച്ച കഥാപാത്രമാണ് ദാനശീലനായ കർണൻ. ദുര്യോധനൻ്റെ അംഗരാജ്യത്തിൻ്റെ അധിപനാണ് കർണൻ. അസ്ത്രപ്രയോഗത്തിൽ അർജുനനോടൊപ്പം കിടനിൽക്കുന്ന വില്ലാളി വീരൻ. ഭീഷ്മർ ശരശയ്യയിൽ വീഴാനിടയായപ്പോൾ പരാജയപ്പെട്ട് പിൻവാങ്ങാൻ ഒരുക്കമില്ലാതിരുന്ന ദുര്യോധനൻ കർണനോട് സേനാപതിയാകാൻ ആവശ്യപ്പെടുന്നു. ഈ അവസരത്തിലാണ് വീരനായ കർണൻ്റെ മഹത്വം നാം മനസ്സിലാക്കുന്നത്. തന്നേക്കാൾ വീരനും ഗുരുവുമായ ദ്രോണാചാര്യർ ഉള്ളപ്പോൾ മറ്റൊരാൾ സേനാപതിയാകുന്നതിനെ കർണൻ എതിർക്കുന്നു. കർണസുഖം ഞാൻ പറയുകയില്ലാരോടും എന്ന കർണൻ്റെ വാക്കുകൾ ഉന്നതമായ വ്യക്തിത്വത്തിൽ നിന്നുളവായ ധീരമായ നിലപാടുകളെ കുറിക്കുന്നവയാണ്. ഇതിന് ഉപോത്ബലകമാകുന്നത് കർണൻ്റെ സത്യസന്ധതയാണ്. മുഖസ്തുതിക്കോ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയോ അസത്യം പറയാനോ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്താനോ കർണൻ തയ്യാറല്ല. ഇത് കർണൻ്റെ ആത്മാഭിമാനത്തെ എടുത്തു കാണിക്കുന്നു. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആരുടെയും മുഖം നോക്കാതെ വെട്ടിത്തുറന്ന് പറയാനുള്ള ധൈര്യം ഈ വാക്കുകളിൽ കാണാം. ദ്രോണരെ പോലെയുള്ള മഹാരഥന്മാർ ഉള്ളപ്പോൾ താൻ ആ സ്ഥാനം ഏറ്റെടുക്കുന്നത് ശരിയല്ലെന്ന് പറയുമ്പോൾ അധികാരമോഹമില്ലാത്ത കർണനെയാണ് നമുക്ക് കാണാൻ കഴിയുക. കർണന് എളുപ്പത്തിൽ നേടിയെടുക്കാമായിരുന്ന സേനാപതിയുടെ സ്ഥാനം യാതൊരു നഷ്ടബോധവുമില്ലാതെ ഉപേക്ഷിക്കാൻ കർണന് കഴിയുന്നു. അങ്ങനെ ഔചിത്യബോധവും നീതിബോധവും പുലർത്തുന്ന കർണൻ്റെ സ്വഭാവദാർഢ്യവും ഗാംഭീര്യവും ഇവിടെ തെളിഞ്ഞു കാണാം. അടുത്ത കഥാപാത്രമാണ് നളൻ. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിലെ പ്രധാന കഥാപാത്രമാണ് നളൻ. സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗത്തിൽ നളൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് ആഴത്തിലറിയാൻ നമുക്ക് സാധിക്കുന്നു. നിഷധ രാജ്യത്തെ നീതിഷ്ഠനായ പ്രജാക്ഷേമ തൽപരനായ മഹാരാജാവാണ് നളൻ. അതിസുന്ദരിയായ ദമയന്തിയെക്കുറിച്ചറിഞ്ഞ് പ്രണയവിവശനായി ഉദ്യാനത്തിൽ ഉലാത്തുമ്പോൾ താമരപ്പൊയ്കയിൽ സ്വർണവർണ്ണമുള്ള ഹംസത്തെ നളൻ കാണുന്നു. ഹംസത്തിൻ്റെ അതുല്യമായ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ നളൻ അതിനെ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ നളനിലെ സൗന്ദര്യാസ്വാദന ശേഷി നാം കണ്ടറിയുന്നു. എന്നാൽ ഒരേ സമയം പ്രജാക്ഷേമ തൽപരനായ നളൻ ഹംസത്തിൻ്റെ കരച്ചിൽ കേട്ട് അതിനെ വിട്ടയക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു രാജാവിന് വേണ്ടതായ അനുകമ്പയും നീതിബോധവും നളനിൽ കാണാം. എന്നാൽ ഹംസത്തിൻ്റെ കഥന കേട്ടപ്പോൾ രാജാവിൻ്റെ സഹജീവി സ്നേഹം ദയാവായ്പും ഉണർന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അങ്ങനെ ക്ഷമാപണത്തോടെ അതിനെ വിട്ടയക്കാൻ തയ്യാറാകുന്ന നളൻ്റെ മഹാമനസ്കത അഭിനന്ദനാർഹം തന്നെ. സൗന്ദര്യം ആസ്വദിക്കുക എന്നത് മാനുഷികമായൊരു ചാബല്യം എന്നിരിക്കെ അത് ഹംസത്തിന് ദോഷമായി തീരരുതെന്ന ചിന്തയുദിച്ചപ്പോൾ തിരുത്തി ഹംസത്തെ സ്വതന്ത്രനാക്കുന്ന നളൻ്റെ രാജോചിതമായ നടപടി ദയാശീലത്തെയാണ് എടുത്തു കാണിക്കുന്നത്. പറന്നിച്ഛയ്ക്കൊത്ത വഴി ഗച്ഛനി എന്ന വാക്കുകളിലെ ഉദാരത നാം തിരിച്ചറിയുക തന്നെ വേണം. അമരഖഗവര ഗുണനിധി എന്ന ഹംസത്തെ സംബോധന ചെയ്യുന്നതിലൂടെ ഹംസത്തിൻ്റെ മഹത്വം തിരിച്ചറിയാനും ഗുണങ്ങളെ ആദരിക്കാനും തയ്യാറാകുന്ന നളൻ്റെ വാക്കുകളിലെ സത്യസന്ധതയും ഇവിടെ വെളിവാകുന്നു. അങ്ങനെ സുന്ദരനും സൗന്ദര്യാസ്വാദകനും പ്രജാക്ഷേമ തൽപരനും സത്യസന്ധനും നീതിഷ്ഠനും മഹാമനസ്കനുമാണ് നളനെന്ന മഹാരാജാവ്.